നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒളിവിൽ 11ാം ദിനം. രാഹുൽ മങ്കൂട്ടത്തിൽ MLA ഒളിവിലായിട്ട് 11 ദിവസങ്ങൾ പിന്നിടുകയാണ്. ഈ 11ാം ദിവസം അവസാനിക്കാറാവുന്ന ഈ വേളയിലും രാഹുൽ മങ്കൂട്ടത്തിനെ പിടികൂടാനോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനോ എവിടെ ഉണ്ടെന്ന് കണ്ടെത്താനോ പോലീസ് സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ആദ്യ പരാതിയിൽ രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞിരുന്നു. പക്ഷെ രണ്ടാമത്തെ പരാതിയിൽ അറസ്റ്റ് ചെയ്യാമെന്നൊരു ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. എന്നിട്ടും രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. രാഹുൽ എവിടെയെന്ന് കണ്ടെത്താൻ സാധിക്കുന്നില്ല. ആകെ അക്ഷരാർത്ഥത്തിൽ പോലീസ് വെട്ടിലായിരിക്കുകയാണ്. ഇത്രയും ദിവസം രാഹുലിന് ഒളിവിൽ പോകാൻ കഴിഞ്ഞത് രാഹുലിന്റെ മിടുക്കാണോ, പോലീസിന്റെ കഴിവുകേടാണോ, അതോ പ്രതിപക്ഷ നേതാക്കൾ ഉന്നയിക്കുന്നത് പോലെ സംരക്ഷണം ഒരുക്കുന്നത് മുഖ്യമന്ത്രിയാണോ? ചോദ്യങ്ങൾ നിരവധിയാണ് ഉയരുന്നത്. കോടതി അറസ്റ്റ് ചെയ്യാൻ കൽപ്പിച്ചിട്ടും രാഹുൽ എന്ന പ്രതിയെ പിടിക്കാനായില്ല എന്നിടത്താണ് ചില ചോദ്യങ്ങൾ ഉയരുന്നത്. വഴിനീളെ രാഹുലിന് സഹായം ഒരുക്കുന്നത് ആരൊക്കെയാണ്? വൻ സഹായം തന്നെ MLAക്ക് കിട്ടുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം 11 ദിവസമായിട്ട് പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ഇത്തരത്തിൽ ഒളിവിൽ കഴിയാൻ MLAക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ വലിയ രീതിയിലുള്ള സഹായം പലയിടത്തു നിന്നും കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് പാലക്കാട് നിന്നും രക്ഷപ്പെടുന്നു. അതൊരു സുഹൃത്ത് വഴി ചുവന്ന കാറിൽ പോയ കാര്യവും അതൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. അവിടെ നിന്ന് സഹായം കിട്ടുന്നു. മാത്രമല്ല പിന്നീട് ചെന്നൈ, ബാംഗ്ലൂര്, കർണാടകയിൽ എത്തുന്നു. അപ്പോൾ വലിയ രീതിയിലുള്ള സഹായം രാഹുലിന് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ സംരക്ഷണം കവചം ഒരുക്കി കുറച്ചുപേർ കൂടെയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ആരൊക്കെയാണ് എന്ന ചോദ്യവും നിലവിൽ ഉയരുന്നുണ്ട്. ഇത്രയും സുരക്ഷിതമായി രാഹുലിനെ സംരക്ഷിക്കുന്ന ആ വമ്പൻ അല്ലെങ്കിൽ വമ്പന്മാർ അല്ലെങ്കിൽ വമ്പത്തികൾ ആരൊക്കെയാണ്? രാഹുൽ എന്ന വ്യക്തിയെ പോലീസിന്റെ അറസ്റ്റിൽ നിന്ന് രക്ഷിക്കുന്ന ആ കരങ്ങൾ ആരുടെയൊക്കെയാണ്? ചോദ്യങ്ങൾ ഒരുപാട് ഉയരുകയാണ്. രാഹുൽ പോകുന്ന ഓരോ പോയിന്റിലും സഹായം നൽകാൻ ആളുകൾ അല്ലെങ്കിൽ രാഹുലിന്റെ പ്രിയപ്പെട്ടവർ, വേണ്ടപ്പെട്ടവർ തയ്യാറാകുന്നു എന്നതും ഇവിടെ ഏറെ ശ്രദ്ധേയമായി മാറുകയാണ്. അന്വേഷണ സംഘത്തിന്റെ കണ്ണു വെട്ടിക്കാൻ വഴികൾ രാഹുലിന് പറഞ്ഞു കൊടുക്കുന്നത് ആരാണ്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്കാണ് മറുപടി കിട്ടേണ്ടിയിരിക്കുന്നത്. ബലാത്സംഗ കേസിൽ ദിവസങ്ങളായി ഒളിവിൽ കഴിയുന്ന രാഹുൽ മങ്കൂട്ടത്തിൽ MLA കണ്ടെത്താൻ പുതിയ അന്വേഷണ സംഘത്തെ വരെ നിയോഗിച്ചു കഴിഞ്ഞു ക്രൈംബ്രാഞ്ച്. കാരണം നേരത്തെ അന്വേഷണ സംഘത്തിൽ നിന്നും വിവരങ്ങൾ ചോർന്നു കിട്ടുന്നുണ്ട് എന്നൊരു അഭ്യൂഹം, എന്നൊരു സംശയം. അതായത് പോലീസ് അന്വേഷിക്കുമ്പോൾ ഒരു സ്ഥലത്ത് രാഹുൽ ഉണ്ടെന്ന് കണ്ടെത്തുന്നു. അവിടെ എത്തുമ്പോൾ അവിടെ രാഹുൽ ഇല്ല. രാഹുൽ അവിടെ നിന്ന് മുങ്ങുകയാണ് അല്ലെങ്കിൽ ഒളിവിൽ പോവുകയാണ്. അപ്പോൾ അത് എങ്ങനെ സാധിക്കുന്നു രാഹുലിന് അത്തരത്തിൽ ഒളിവിൽ പോകാൻ? തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും സഹായിക്കുകയാണോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഉയർന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് സംശയങ്ങൾ, പോലീസ് സേനയ്ക്കുള്ളിൽ നിന്ന് തന്നെ രാഹുലിന് സഹായം കിട്ടുന്നുണ്ട് എന്ന സംശയങ്ങൾ ഉയർന്നു. ഇതോടെയാണ് അന്വേഷണ സംഘത്തെ മാറ്റിയിരിക്കുന്നത്, പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത് ക്രൈംബ്രാഞ്ച്. ആദ്യ സംഘത്തിൽ നിന്ന് അന്വേഷണ വിവരങ്ങൾ രാഹുലിന് ചോരുന്നു എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. എന്തായാലും പുതിയ അന്വേഷണ സംഘത്തിനും രാഹുലിനെ കണ്ടെത്താനായില്ല എങ്കിൽ തീർച്ചയായിട്ടും പോലീസ് വലിയ രീതിയിലുള്ള വിമർശനം ഇക്കാര്യത്തിൽ നേരിടും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് അടൂർ പ്രകാശ് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു, പോലീസിനെയും പൂർണ്ണമായിട്ടും പോലീസിന്റെ കഴിവുകേടാണ് അല്ലെങ്കിൽ പോലീസിന് രാഹുൽ മങ്കൂട്ടത്തിനെ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നത് അവരുടെ പോരായ്മയാണ് എന്നൊരിക്കലും പറയാൻ സാധിക്കില്ല എന്നാണ് അടൂർ പ്രകാശ് പറയുന്നത്. അദ്ദേഹം പറയുന്നു, മുഖ്യമന്ത്രിയാണ് സംരക്ഷണം ഒരുക്കുന്നത്, മുഖ്യമന്ത്രിക്ക് അറിയാം രാഹുൽ എവിടെയാണെന്ന്. ഇലക്ഷൻ വരെ രാഹുലിനെ പിടിക്കാതിരിക്കാൻ അത് അത്തരത്തിൽ കൊണ്ടുപോകേണ്ടത് അവരുടെ ആവശ്യമായതുകൊണ്ടാണ് രാഹുലിനെ പിടിക്കാനാകാത്തത് എന്നാണ് അടൂർ പ്രകാശ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ആദ്യ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ രാഹുൽ ഒളിവിൽ പോവുകയായിരുന്നു. രണ്ടാം പരാതിയിൽ അറസ്റ്റ് ചെയ്യാമെന്ന ഘട്ടം എത്തിയിട്ട് പോലും, അതായത് പിന്നാലെ രണ്ടാം പെൺകുട്ടി, അതായത് മറ്റൊരു പെൺകുട്ടിയും രണ്ടാമത്തെ പരാതിയുമായി രംഗത്ത് വരുന്നു. അതിൽ അറസ്റ്റ് ചെയ്യാമെന്ന നിലപാടിലേക്ക് എന്നൊരു ഉത്തരവ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. എന്തായാലും നിലവിൽ ബാംഗ്ലൂരിലാണ് രാഹുൽ മങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിയുന്നത് എന്നാണ് വിവരം. എന്തായാലും 11 ദിവസമായി അതിവിദഗ്ധമായിട്ടാണ് രാഹുൽ പോലീസിന്റെ കയ്യിൽപ്പെടാതെ രക്ഷപ്പെട്ടത്. അറസ്റ്റ് എന്ന അല്ലെങ്കിൽ തന്റെ കയ്യിൽ വിലങ്ങ് അണിയരുത് എന്ന ഒരു നിർബന്ധമുള്ളതുപോലെ പോലീസിനെ വെട്ടിക്കാൻ രാഹുൽ മങ്കൂട്ടത്തിന് സാധിക്കുന്നു. അതിന് കൂടെയുള്ളവർക്കും അതിന് സംരക്ഷണം ഒരുക്കാൻ സാധിക്കുന്നു എന്നതും ഇവിടെ ഏറ്റവും ശ്രദ്ധേയം. പ്രമുഖരടക്കമുള്ളവർ രാഹുലിനെ സഹായിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസിന്റെ നിഗമനം. അങ്ങനെയെങ്കിൽ രാഹുൽ മങ്കൂട്ടത്തിൽ അറസ്റ്റിലാകുമ്പോൾ ഇത്തരത്തിൽ സഹായം ഒരുക്കിയവർക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ, എന്തെങ്കിലും നിയമപരമായുള്ള നടപടികളിലേക്ക് കടക്കുമോ എന്നത് നിലവിൽ ഉയർന്ന ചോദ്യമാണ്.
കഴിഞ്ഞ വ്യാഴാഴ്ച യുവതി പരാതിയുമായി മുഖ്യമന്ത്രിക്ക് മുന്നിൽ എത്തിയ ഉടൻ രാഹുൽ പാലക്കാട് നിന്ന് മുങ്ങിയതാണ്. CCTV ക്യാമറ ഉള്ള റോഡുകൾ പരമാവധി ഒഴിവാക്കിയുള്ള യാത്ര, അതുകൊണ്ട് തന്നെ CCTVയിൽ നിന്നും ട്രാക്ക് കണ്ടെത്തുക എന്നത് പോലീസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി. സുഹൃത്തായ യുവനടിയുടെ ചുവന്ന പോളോ കാറിൽ പൊള്ളാച്ചി വരെ രാഹുൽ എത്തിയിരുന്നു. അവിടെ നിന്ന് മറ്റൊരു കാറിലാണ് കോയമ്പത്തൂരിലേക്ക് പോയത്. അവിടെ നിന്ന് തമിഴ്നാട് കർണാടക അതിർത്തിയിലേക്ക് പാഞ്ഞു. ബാഗല്ലൂരിലെ റിസോർട്ടിൽ ഞായറാഴ്ച മുതൽ ഒളിവിൽ കഴിഞ്ഞ രാഹുൽ അന്വേഷണ സംഘം ഇവിടേക്ക് എത്തുന്നു എന്നത് അറിഞ്ഞ് രാവിലെ ഇവിടെ നിന്ന് മുങ്ങുകയും ചെയ്തു. പിന്നീട് ബാഗല്ലൂരിലെ ഒരു വീട്ടിലേക്കും മാറിയിരുന്നു. നമുക്കറിയാം, നമ്മുടെ കേരള പോലീസിന്റെ കഴിവ്, മികവ്, പ്രകടനം ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. പിടികിട്ട പുള്ളികളെ വരെ പിടികൂടി അല്ലെങ്കിൽ കൊലപാതകികളെ ഒക്കെ നിമിഷങ്ങൾക്കകം പിടികൂടുന്ന, അല്ലെങ്കിൽ പ്രതികളെയൊക്കെ മണിക്കൂറുകൾക്കുള്ളിൽ 24 മണിക്കൂറിനുള്ളിൽ പിടികൂടുന്ന നമ്മുടെ കേരള പോലീസാണ് രാഹുൽ മങ്കൂട്ടത്തിൽ MLA എന്ന വ്യക്തിയെ, അല്ലെങ്കിൽ MLA ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ അടുത്ത് ഡയറക്റ്റ് എത്തിയ ഒരു പരാതിയാണ്. ആ പരാതിയിലെ പ്രതിയായ ഒരു വ്യക്തിയെ പിടികൂടാൻ കേരള പോലീസിന് 11 ദിവസമായിട്ടും കഴിഞ്ഞിട്ടില്ല എന്നത് ഒരുപാട് സംശയങ്ങൾക്കും ഇപ്പോൾ ഒരു അവസരം ഒരുക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് രാഹുൽ മങ്കൂട്ടത്തിൽ MLA പോലീസിന്റെ പിടിയിൽപ്പെടാതെ ഒളിപ്പിക്കുന്നത് കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളുടെ അറിവോടെയാണ് എന്നതടക്കമുള്ള സംശയത്തിലാണ് പോലീസ്. പക്ഷേ കോൺഗ്രസ് പറയുന്നത് മുഖ്യമന്ത്രിയാണ് സംരക്ഷിക്കുന്നതെന്നാണ്. രാഹുൽ കർണാടകയിലുണ്ടെന്നും ബംഗളൂരിലെ രാഷ്ട്രീയ റിയൽ എസ്റ്റേറ്റ് മാഫിയകളുമായി അടുത്ത ബന്ധമുള്ള മലയാളി അഭിഭാഷകയാണ് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് എന്നതടക്കമുള്ള റിപ്പോർട്ടുകളൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. ഇക്കാര്യം നേരത്തെ തന്നെ പുറത്തു വന്നപ്പോൾ പോലീസിന്റെ നീക്കങ്ങളൊക്കെ ഇവർക്ക് ചോർന്ന് കിട്ടുന്നുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങളും നേരത്തെ പുറത്തു വന്നതാണ്. എന്തായാലും രാഹുൽ മങ്കൂട്ടത്തിൽ 11 ദിവസമായ ഒളിവിലാണ്. ഇനി എന്താണ് അടുത്ത നീക്കം? അടുത്ത സ്ഥലം പോലീസ് കണ്ടെത്തിയോ? അത് കണ്ടെത്തിയെങ്കിൽ അവിടെ നിന്ന് മുങ്ങുമോ എന്നടക്കമുള്ള നിരവധി ചോദ്യങ്ങൾ നിലവിൽ ഉയരുകയാണ്. അതേസമയം രാഹുൽ മങ്കൂട്ടത്തിൽ MLA എവിടെയുണ്ടെന്ന് അറിയുന്ന ഒരേ ഒരാൾ മുഖ്യമന്ത്രിയാണെന്ന് കോൺഗ്രസും, രാഹുലിനെ ഒളിപ്പിച്ചിരിക്കുന്നത് കോൺഗ്രസ് ആണെന്ന് മുഖ്യമന്ത്രിയും പരസ്പരം പഴിചാരുകയാണ്. ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞതോടെ കർണാടകയിൽ തമ്പടിച്ചിരിക്കുന്ന പോലീസ് സംഘവും നാട്ടിലേക്ക് മടങ്ങും. രാഹുലിന്റെ ഒളിത്താവളം കർണാടകയിലെ ഉൾഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചാണെന്ന നിഗമനത്തിൽ ബാഗല്ലൂരും ഹൊസൂരും കേന്ദ്രീകരിച്ച് വ്യാപകമായ തിരച്ചിലായിരുന്നു ഇവർ നടത്തിയത്. പാലക്കാട് നിന്ന് പൊള്ളാച്ചിയിലെത്തി തമിഴ്നാട് അതിർത്തിയിലേക്കുള്ള ബാഗല്ലൂർ വഴി ബംഗളൂരിലേക്ക് കടന്ന രാഹുൽ അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞു എന്ന വാർത്ത കഴിഞ്ഞ ദിവസം രാവിലെ ആ ഒരു നിർണായക നീക്കം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ഇനി പുറത്തു വന്നേക്കും, അല്ലെങ്കിൽ ഈ ഒരു പോലീസ് നടപടികളോട് സഹകരിച്ചേക്കും എന്നതടക്കമുള്ള വിവരങ്ങൾ വന്നു. പക്ഷേ അതിനിടയ്ക്കാണ് കനത്ത തിരിച്ചടിയായി രണ്ടാമത്തെ പരാതിയിൽ അറസ്റ്റ് ചെയ്യാമെന്നൊരു കോടതി ഉത്തരവ് വന്നത്. എന്തായാലും പോലീസിന്റെ തുടർ നടപടികൾ ഇനി എന്തൊക്കെയാണ് എന്നതും ഒരു ചോദ്യം തന്നെയാണ്. മാത്രമല്ല, പോലീസിന്റെ ഈ രഹസ്യ നീക്കങ്ങളൊക്കെ അവസാന നിമിഷത്തിലാണ് രാഹുലിന് ചോർന്ന് കിട്ടിയിരുന്നത് എന്ന ഒരു നിഗമനവുമുണ്ട്. രാഹുലിന്റെ സഹായികളെ ചോദ്യം ചെയ്തതിൽ നിന്ന് ആദ്യഘട്ടത്തിൽ വിവരങ്ങൾ കിട്ടിയെങ്കിലും കൂടുതൽ മുന്നോട്ട് പോകാൻ പോലീസ് സംഘത്തിന് സാധിച്ചിട്ടില്ല. പോലീസ് പെട്ടെന്ന് തന്നെ ബംഗളൂരു വരെ എത്തിയതോടെ കൂടുതൽ ജാഗ്രതയിലായിരുന്നു രാഹുലിനെ സംരക്ഷിക്കുന്നവരുടെ നീക്കങ്ങൾ. ബംഗളൂരിലെ മലയാളിയായ അഭിഭാഷകയുടെ സംരക്ഷണയിലാണ് രാഹുൽ എന്നാണ് പോലീസിന്റെ നിഗമനം. പോലീസിന്റെ നീക്കങ്ങൾ രാഹുലിന് ചോർന്ന് കിട്ടിയിരുന്നത് ഇവർ വഴിയാണെന്നാണ് സംശയം. അഭിഭാഷക ചില റിയൽ എസ്റ്റേറ്റ് സംഘങ്ങളുടെ നിയന്ത്രണത്തിൽ വൻകിട റിസോർട്ടുകളിലും ഫാം ഹൗസുകളിലുമാണ് ഒളിത്താവളങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. കേരള പോലീസ് അതിർത്തി കടക്കുന്നത് മുതൽ കൃത്യമായ വിവരങ്ങൾ ഇവർക്ക് ചോർന്നു കിട്ടിയിരുന്നു. 2 തവണ പോലീസ് സംഘം എത്തുന്നതിന് തൊട്ടു മുൻപ് മാത്രമാണ് രാഹുൽ കടന്നു കളഞ്ഞത്. അഭിഭാഷകരുടെ സഹായിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ നിന്നാണ് പോലീസിന് ചില ഒളിയിടങ്ങളെക്കുറിച്ച് അറിയാൻ സാധിച്ചത്. ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം രാവിലെ തിരച്ചിലുള്ള നീക്കം നടത്തുന്നതിനിടെയായിരുന്നു ഹൈക്കോടതിയുടെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള നീക്കം. എന്തായാലും വൈകുന്നേരത്തോടെ അറസ്റ്റ് ചെയ്യാമെന്ന തീരുമാനം. ഇനി പോലീസിന്റെ നീക്കം ക്രൈംബ്രാഞ്ച് ഇപ്പോൾ പുതിയ അന്വേഷണ സംഘത്തെയൊക്കെ നിയമിച്ചിരിക്കുകയാണ്. പുതിയ അന്വേഷണ സംഘത്തിന്റെ ഒരു അന്വേഷണം എങ്ങനെയാണ്, അവർക്ക് കണ്ടെത്താനാകുമോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുകയാണ്. രാഹുലിന്റെ അടുത്ത നീക്കം എന്താണ്? അതായത് 15-ാം തീയതി മാത്രമേ ആദ്യത്തെ കേസിൽ പരിഗണിക്കുകയുള്ളൂ. വിശദമായ വാദം കേട്ടൊരു തീരുമാനത്തിലെത്തുള്ളൂ. തിരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ ഇനി കേസ് പരിഗണിക്കുകയുള്ളൂ. അതുവരെ ഒളിവിൽ കഴിയാനാണോ? അത്രയും ദിവസം ഒളിവിൽ കഴിയാൻ രാഹുലിന് സാധിക്കുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ. പോലീസ് അത്തരത്തിൽ അതിന് മുന്നേ അറസ്റ്റ് ചെയ്യുമോ? ഇത് പോലീസിന് ഒരു അഭിമാന പ്രശ്നവും കൂടിയായി മാറിയിരിക്കുകയാണ്. അതേസമയം രാഹുലിന്റെ രണ്ടാമത്തെ കേസിലും കുടുക്കാൻ നിർണായകമായ നീക്കമാണ് പോലീസ് നടത്തുന്നത്. രാഹുലിനെതിരെ KPCC നേതൃത്വത്തിന് ഇമെയിലിൽ പരാതി നൽകിയ ബാംഗ്ലൂരിൽ നിന്നുള്ള 23-കാരിയുമായി പോലീസ് ഫോണിൽ സംസാരിച്ചു. ഉടൻ തന്നെ ഇവരുടെ മൊഴിയെടുക്കും. രാഹുലിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ പുതിയ പരാതിയുടെ ഗൗരവ സ്വഭാവവും യുവതിയുമായി സംസാരിച്ച വിവരവും പോലീസ് കോടതിയെ അറിയിക്കും. ആദ്യ കേസിൽ ബലാത്സംഗമല്ല, മുഖ്യസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമായിരുന്നുവെന്ന വാദം രാഹുലിന് ഉന്നയിക്കാനുള്ള അവസരം കിട്ടിയിരുന്നു. പക്ഷേ രണ്ടാമത്തെ കേസിൽ വിവാഹ വാഗ്ദാനം നൽകി
നൽകി ക്രൂരമായി ബലാത്സംഗം ചെയ്തുവെന്ന പരാതിയാണ് യുവതി ഉന്നയിച്ചിരിക്കുന്നത്. ഈ കേസിൽ കൂടുതൽ കടുപ്പമുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി രാഹുലിനെ കുടുക്കാനുള്ള ഒരുക്കത്തിലാണ് പോലീസ്. ഇതിനിടെ രാഹുലിനെതിരെ കൂടുതൽ പരാതികൾ വരാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. നിയമം ഭാഗത്തു നിന്ന് രാഹുലിനെതിരെ കൂടുതൽ ഗൗരവ സ്വഭാവമുള്ള ആരോപണം ഉയർന്നിരുന്നു. ഇത് സംബന്ധിച്ചും പോലീസ് വിവരശേഖരണം നടത്തിയിട്ടുണ്ട്. പല കേസുകളിലും പരാതി നൽകാൻ ആളുകൾ തയ്യാറാകാതിരിക്കുന്നതാണ് പ്രധാന വെല്ലുവിളി എന്നാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നത്. ഗൾഫിൽ ഫ്ളാറ്റ് ഉൾപ്പെടെ വാഗ്ദാനം ചെയ്ത് ഇരകളെ സ്വാധീനിക്കാനുള്ള നീക്കം നടക്കുന്നതായും രഹസ്യാന്വേഷണ വിഭാഗത്തിന് ചിലർ വിവരം നൽകിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളുടെ വിശ്വാസ്യതയും അന്വേഷണ ഘട്ടത്തിലാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.